ഇമോഷണൽ ഒരു സീനൊക്കെ ടൊവിനോയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും തോന്നുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ടോവിനോ തോമസ്, സുരാജ് ഞാറുമുണ്ട് നിന്ന പൊളിറ്റിക്കൽ ഡ്രാമ മൂവി നരിവേട്ട സിനിമ കണ്ടിറങ്ങിയ ഓഡിയൻസോട് അങ്ങനെയൊന്ന് ചോദിച്ചേക്കാം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നേരെ റിവ്യൂയിലേക്ക്. ടോവിനോയുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ്, നല്ല രീതിയിൽ ഇമോഷണൽ ഒക്കെ നല്ല രീതിയിൽ തന്നെ പൊള്ളിച്ചത്. നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഇൻസിഡന്റ് പക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഉണ്ട് അതിനെ പിന്നെ മാക്സിമം അവര് ചെയ്തിട്ടുണ്ട്. നമുക്ക് പക്കായിട്ട് സിനിമ കണക്ട് ആവുന്നുണ്ടോ? ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്റർ എക്സ്പീരിയൻസും കുഴപ്പമില്ല, നല്ല രീതിയുണ്ട്. നല്ല സൗണ്ട് ഇഫക്റ്റ് നല്ലതുണ്ട്. നല്ല ഫിലിമായിരുന്നു. ടോവിനോയുടെ ഒരു ബെഞ്ച് മാർക്ക് ആവും ഈ സിനിമ. ഡെഫിനറ്റ്ലി, കാരണം നല്ലൊരു ആക്ടിങ് ആണ്. പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ഒരു സീനൊക്കെ ടൊവിനോയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും തോന്നുന്നത്. ഫുള്ള് ബോഡി ലാംഗ്വേജും എല്ലാം പക്ക ഒരു ബോഡി ലാംഗ്വേജും നല്ല ഇമോഷണൽ സീനും എല്ലാം ഓവറോൾ നല്ല രീതിയിൽ ടൊവിനോയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഒരു ഒരു ഫീല് വരുന്നുണ്ട്. കാരണം എല്ലാവരും എസ്പെഷ്യലി സുരാജിന്റെ ആക്ടിംഗ് ഒക്കെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നല്ല പടം, കാണാൻ പറ്റുന്ന പടം. ടൊവിനോ മികച്ച പെർഫോമൻസ് തന്നെയാണ്. റീസെന്റ് ടൈമിൽ ടൊവിനോയുടെ ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കും സിനിമ. തീർച്ചയായും. ഒരു ഇൻസിഡന്റ് ഒക്കെ എങ്ങനെയാണ് കാണിച്ചിരുന്നത്? ഇൻസിഡന്റ് നമ്മള് കുട്ടിക്കാലത്ത് കണ്ടൊരു കാര്യങ്ങളൊക്കെയാണത്. അപ്പൊ ഇതിപ്പം ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോ വല്ലാത്തൊരു ഫീൽ ഉണ്ടായി. ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഇമോഷണൽ ഫീൽ ചെയ്തു. ഓക്കെ, എത്ര റേറ്റിംഗ് കൊടുക്കും? ഞാൻ 5 സ്റ്റാർ. ഓക്കെ. ടൊവിനോയുടെ അഭിനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ സീനൊക്കെ ഉള്ളായിരുന്നു, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. ഓക്കെ. സിനിമ ഒരു ഡ്രാമ ടൈപ്പ് മൂവിയാണ്. ഇന്റർവ്യൂവിൽ ഒരു ഡ്രാമ ടൈപ്പിൽ പോയിട്ട് കഥയിലോട്ട് കടന്നു വരികയാണ്. സെക്കൻഡ് പാർട്ട് നന്നായിട്ടുണ്ട്. ടൊവിനോയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ടൊവിന ഒരു സാധാ CPO പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് ഈ സിനിമ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ടുള്ളത്. ബ്രോ, ടൊവിനോയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. ടൊവിനോയ്ക്ക് ഒരു അവാർഡ് കിട്ടാനുള്ള ആ ഒരു